ഭഗവത്ഗീത 19 രണ്ടാം അധ്യായത്തിലെ 19-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്. ഏവൻ ഈ ആത്മാവിനെ, അതായത് അന്യനെ കൊല്ലുന്നവനായി അറിയുന്നുവോ? ഏവൻ ഈ ആത്മാവിനെ അന്യനാൽ കൊല്ലപ്പെടുന്നവനായി അറിയുന്നുവോ? അതായത് ഒരുത്തൻ ആത്മാവിനെ കൊല്ലുന്നു എന്ന് ഒരാൾ മനസ്സിലാക്കുന്നു, അതുപോലെ തന്നെ ഒരാൾ മറ്റൊരാൾ കൊല്ലപ്പെട്ടതായി മനസ്സിലാക്കുന്നു. ഇങ്ങനെയൊക്കെ അറിയുന്നുവോ? അത്തരം ആളുകൾ അവർ രണ്ടുപേരും ഇവനെ കൊല്ലുന്നവനായി കാണുന്നതും കൊല്ലപ്പെടുന്നതായി കാണുന്നതും വാസ്തവത്തിൽ അറിയുന്നവരല്ല. എന്തെന്നാൽ ഈ ആത്മാ ആരെയും കൊല്ലുന്നില്ല, ആരാലും കൊല്ലപ്പെടുന്നതുമില്ല. ഇത് ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശമാണ്. ഈ ഉപദേശം നൽകുന്നത് എപ്പോഴാണ്? മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവന്മാരും കൗരവന്മാരും യുദ്ധത്തിന് വേണ്ടി അണിനിരക്കുന്നു. ജ്യേഷ്ഠാനുജന്മാരുടെ മക്കളാണ് പാണ്ഡവന്മാരും കൗരവന്മാരും. അപ്പോൾ സ്വാഭാവികമായിട്ട് മറുഭാഗത്തുള്ള നൂറ്റുപേർ കൗരവന്മാർ അവർ തൻ്റെ സഹോദരങ്ങളാണ്, പിന്നെ അതിലുള്ളത് തൻ്റെ ഗുരുക്കന്മാരാണ് എന്നൊക്കെ പാണ്ഡവപക്ഷത്തുള്ള പാണ്ഡവനായിട്ടുള്ള അർജുനൻ മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ അർജുനന് ഇത് സഹിക്കാൻ കഴിയില്ല. തൻ്റെ തന്നെ സഹോദരങ്ങളെയും അതുപോലെ ഗുരുക്കന്മാരെയും ഒക്കെ നശിപ്പിക്കുകയാണല്ലോ, കൊല്ലുകയാണല്ലോ ചെയ്യേണ്ടി വരുന്നത് എന്ന ആധിയാൽ അദ്ദേഹം തളർന്ന് ഇരുന്നു പോകുന്നു. അപ്പോൾ അവിടെ ശ്രീകൃഷ്ണൻ, അദ്ദേഹമാണ് അർജുനൻ്റെ തേരാളി, അർജുനനെ ഉപദേശിക്കുകയാണ്. എന്താണ് ഉപദേശിക്കുന്നത്? അർജുനൻ അദ്ദേഹം ക്ഷത്രിയനാണ്. ക്ഷത്രിയൻ്റെ ബാധ്യത എന്താണ്? യുദ്ധം ചെയ്യാനുള്ളതാണ്. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് രണ്ട് ഭാഗത്തും ക്ഷത്രിയരാണ്. പാണ്ഡവന്മാരും ക്ഷത്രിയരാണ്, കൗരവന്മാരും ക്ഷത്രിയരാണ്. അപ്പോൾ ക്ഷത്രിയൻ്റെ ധർമ്മം യുദ്ധം ചെയ്യലാണ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് കൂട്ടരും ക്ഷത്രിയർ പരസ്പരം രണ്ട് പക്ഷത്ത് അണിനിരന്നുകൊണ്ട് അവർ പരസ്പരം യുദ്ധം ചെയ്യാന്നുള്ളത് അവരുടെ ബാധ്യതയായിത്തീരുന്നു എന്ന് മനസ്സിലാക്കപ്പെടേണ്ടി വരുന്നതാണ്. യുദ്ധം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൂട്ടർ കൊല്ലും, മറ്റേ കൂട്ടർ കൊല്ലപ്പെടും. രണ്ട് ഭാഗത്തിലും കൊല്ലുന്നവരും കൊല്ലപ്പെടുന്നവരും ഉണ്ടാവാം. അപ്പോൾ ഇവിടെ അർജുനൻ്റെ പ്രശ്നം താൻ എൻ്റെ സഹോദരങ്ങളെയും ഗുരുക്കന്മാരെയും കൊല്ലുന്നുവല്ലോ എന്നുള്ള. അപ്പോൾ അവിടെയാണ് ശ്രീകൃഷ്ണൻ ഉപദേശിക്കുന്നത്. അർജുനൻ അങ്ങനെ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. കാരണം മനുഷ്യന് അവൻ്റെ ശരീരമാണ് യഥാർത്ഥത്തിൽ മുറിവേൽക്കുന്നതും ജീവൻ നഷ്ടപ്പെടുകയൊക്കെ ചെയ്യണത് എന്നുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യനിൽ കുടികൊള്ളുന്ന ആത്മാവിനെ ഒരാൾ കൊല്ലുന്നുണ്ടോ? അത് കൊല്ലൂല. അതിനെ കൊല്ലാനും സാധ്യമല്ല, അത് കൊല്ലപ്പെടുന്നുമില്ല എന്നുള്ളതാണ്. കാരണം ആത്മാവ് എന്ന് പറയുന്നത് ഭഗവത്ഗീതയുടെ കാഴ്ചപ്പാടനുസരിച്ച് അത് മനുഷ്യനിലുള്ള ജീവാത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ തന്നെ ഭാഗമാണ്. അതുകൊണ്ട് പരമാത്മാവിന് നാശമില്ലാത്തതുപോലെ ജീവാത്മാവിനും നാശമില്ല. ജീവാത്മാവ് പരമാത്മാവ് എന്ന് പറയുന്ന ഈ ദ്വന്ദ്വം തന്നെയും യഥാർത്ഥത്തിൽ യാഥാർത്ഥ്യമല്ല. കാരണം ഏതൊരു മനുഷ്യനിലുള്ള ആത്മാവ് എന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ തന്നെ അംശമാണ്. അതുകൊണ്ട് ഈ ആത്മാവിനെ കൊല്ലുക എന്നുള്ളത് സംഭവിക്കാത്തത് കൊണ്ട് നീ നിൻ്റെ സഹോദരന്മാരെയും ഗുരുക്കന്മാരെയും കൊന്നുകളയുന്നുവല്ലോ എന്ന് ദുഃഖിക്കേണ്ടതില്ല എന്നാണ് ഇവിടെ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന ഉപദേശം എന്ന് പറയുന്നത്. ഇനി അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് എന്താണ്? 20-ാമത്തേതിൽ പറയുന്നത്, ദേഹം കൊല്ലപ്പെട്ടാലും ആത്മാ ഒരിക്കലും കൊല്ലപ്പെടുന്നില്ല, ആത്മാ ജനിക്കുന്നില്ല, മരിക്കുന്നതുമില്ല, ഉണ്ടായിട്ട് പിന്നെ ഇരിക്കുക എന്നതുമില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മാ ജന്മമില്ലാത്തവനും നിത്യനും ശാശ്വതനും പണ്ടേ തന്നെ ഉള്ളവനുമാവുന്നു. അപ്പോൾ ആത്മാവിന് യാതൊരു കോട്ടവും സംഭവിക്കാൻ പോകില്ല എന്നുള്ളതാണ്.
21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്, അല്ലയോ അർജുന, ഈ ആത്മാവിനെ വൃദ്ധിയില്ലാത്തവനായും ക്ഷമയില്ലാത്തവനായും ക്ഷയമില്ലാത്തവനായും ജന്മമില്ലാത്തവനായും നാശമില്ലാത്തവനായും ഏവൻ അറിയുന്നുവോ ആ പുരുഷൻ ആരെയെങ്കിലും കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് ഇങ്ങനെ അതിന് വൃദ്ധിയില്ല, ക്ഷയമില്ല, അതുപോലെ തന്നെ ജന്മമില്ല, നാശമില്ല. ഇങ്ങനെ മനസ്സിലാക്കിയ ഒരാൾ കൊല്ലുകയോ കൊല്ലിക്കുകയോ ചെയ്യുന്നത് എങ്ങനെയാണ്? അങ്ങനെ മനസ്സിലാക്കാൻ എങ്ങനെയാണ് കഴിയുക? അതുകൊണ്ട് നിൻ്റെ ഗുരുക്കന്മാരെയും എതിർപക്ഷത്തുള്ള ഗുരുക്കന്മാരെയും അതുപോലെ തന്നെ സഹോദരങ്ങളെയും ഒക്കെ നീ കൊല്ലുന്നു, അല്ലെങ്കിൽ അവരെ കൊല്ലിക്കുന്നു എന്നൊക്കെ തോന്നേണ്ട കാര്യമല്ല. അത് തെറ്റായിട്ടുള്ള ധാരണയാണെന്നാണ് ശ്രീകൃഷ്ണൻ ഇവിടെ പറയുന്നത്. അപ്പോൾ ഇതിലൂടെ യഥാർത്ഥത്തിൽ സംഭവിക്കുക എന്താണ്? ഇങ്ങനെയാണ് മനുഷ്യന് ഒരാൾ മറ്റൊരാളെ കൊല്ലുന്നതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടതെങ്കിൽ ഇതൊരു യുദ്ധത്തിൻ്റെ മാത്രം പരിധിയിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഗതി ആവില്ല. ഭാഗ്യത്തിന് എന്തോ ആ രീതിയിൽ ആളുകളെ മനസ്സിലാക്കാതെ പോകുന്നു എന്നുള്ളത് മൊത്തത്തിൽ മനുഷ്യകുലത്തിൻ്റെ നന്മയാണ്, ഗുണമാണ്. ഇല്ലെങ്കിൽ ഇവിടെ ഇതനുസരിച്ചാണെങ്കിൽ ഏത് മനുഷ്യനും ഏത് മനുഷ്യനെയും കൊല്ലിക്കാം. കാരണം ഇവിടെ കൊല്ലുകയും കൊല്ലിക്കുകയും ചെയ്യുന്നത് ആത്മാവിനെ അല്ല, പിന്നെ ശരീരത്തെയാണ്, ഭൗതികമായിട്ടുള്ള ഈ രൂപത്തെയാണ്. അല്ലെങ്കിൽ ഭഗവത്ഗീതയുടെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ വസ്ത്രത്തെയാണ്. വസ്ത്രത്തെ പിച്ച് ചീന്തുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിൽ ഇവിടെ മനുഷ്യനെ കൊല്ലുക എന്നുള്ള സംഗതി നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ മറ്റൊരുത്തനെ കൊന്നാൽ അവനെ പ്രതികാരം കൊല്ലാൻ പറ്റുമോ എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടുണ്ട്. ഇതനുസരിച്ച് മനുഷ്യർ അക്രമത്തിന് മുതിർന്നാൽ ആ അക്രമികളെ കുറ്റം പറയാൻ പറ്റുമോ? അതും പറ്റില്ല. കാരണം ആരെയും കൊല്ലുന്നില്ല, ആരെയും കൊല്ലാൻ കഴിയില്ല എന്നുള്ളതാണല്ലോ ഇതിലൂടെ ഭഗവത്ഗീത സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ എപ്രകാരമാണ് പഴയ വസ്ത്രങ്ങളെ ഉപേക്ഷിച്ച് പുതിയവയെ സ്വീകരിക്കുന്നത്, അപ്രകാരം തന്നെ ആത്മാവും പഴയ ദേഹങ്ങളെ വിട്ട് പുതിയതായ അന്യദേഹങ്ങളെ പ്രാപിക്കുന്നു. ഇതാണ് തുടർന്ന് ഭഗവത്ഗീത പറയുന്ന മറ്റൊരു സംഗതി. അതായത് മനുഷ്യൻ മരിക്കുന്നു അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നു. അപ്പോൾ കൊല്ലപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ സംഭവിക്കുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഒരാൾ അയാളുടെ വസ്ത്രം മാറിയിട്ട് വേറൊരു വസ്ത്രം ഉടുക്കുന്നു. അപ്പോൾ വസ്ത്രം മാറി മറ്റൊരു വസ്ത്രം ഉടുക്കുമ്പോൾ ഈ വ്യക്തി ഒരു വസ്ത്രത്തിൽ നിന്ന് മറ്റൊരു വസ്ത്രത്തിലേക്ക് മാറുന്നു. എന്നതുപോലെ ഒരാൾ മരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അയാളുടെ ദേഹത്തെ ഒഴിവാക്കി മറ്റൊരു ദേഹത്തിൽ കുടിയേറുന്നു. അതാണ് പരകായ പ്രവേശം എന്ന് പറയുന്നത്. ഇങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ഇവിടെ ആരും നശിക്കുന്നില്ല. കാരണം ആത്മാവിന് നാശമില്ല, അത് നിത്യനാണ്. നിത്യനായ ആത്മാവിനെ ആർക്കും കൊല്ലാൻ കഴിയില്ല. അതുകൊണ്ട് തൻ്റെ സഹോദരന്മാരെ 100 വരെ കൗരവരെ കൊല്ലിക്കുന്നു എന്നുള്ള ആ ഒരു ദുഃഖം അർജുന നിനക്ക് വേണ്ടതില്ല എന്നാണ് ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യുദ്ധം ചെയ്യാൻ തയ്യാറാവണം, യുദ്ധത്തിൽ ധൈര്യസമേതം മുമ്പോട്ട് പോകണം. പിന്നെ നീയല്ല കൊല്ലുന്നതും കൊല്ലിക്കുന്നതും ഒന്നും. നീ ഒരാളെ കൊന്നു എന്ന് നിനക്ക് തോന്നുന്നതാണ്, അല്ലെങ്കിൽ കൊല്ലിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നതാണ്. മറ്റേയാൾ കൊല്ലപ്പെട്ടു എന്ന് നിനക്ക് തോന്നുന്നതാണ്. യഥാർത്ഥത്തിൽ അത് സംഭവമില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ താല്പര്യം. അങ്ങനെ വരുമ്പോൾ മനുഷ്യകുലത്തിൽ ഇത് വലിയ പ്രത്യാഘാതങ്ങളുണ്ടാക്കാൻ പോകുന്ന സംഗതിയായിട്ടാണ് മനസ്സിലാക്കപ്പെടേണ്ടത്. ഇവിടെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇവിടെ യഥാർത്ഥത്തിൽ ദേഹം ദേഹി, ആത്മാവ് ശരീരം എന്ന 2 സംഗതിയുണ്ട് എന്നത് ഇസ്ലാമും അംഗീകരിക്കുന്നുണ്ട്. അതേ അവസരം മനുഷ്യനെ യുദ്ധത്തിലായാലും അല്ലെങ്കിലുമൊക്കെ മനുഷ്യനെ കൊല്ലുക എന്നത് സംഭവിക്കുന്നുണ്ടോ
എന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതിനെ അവിടെ കൊല്ലുകയും കൊല്ലിക്കുകയും എന്നത് സംഭവിക്കുന്നുണ്ട്, കൊല്ലപ്പെടുന്നുണ്ട്, കൊല്ലുന്ന ആളുമുണ്ട് എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഇസ്ലാം ഒരു കാഴ്ചപ്പാട് മുമ്പോട്ട് വെക്കുന്നത്? ഇവിടെ ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ ഹൈന്ദവ വേദങ്ങൾ പറയുന്നത് പോലെ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ പരമാത്മാവ് ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവവും മനുഷ്യനും, മനുഷ്യൻ്റെ ആത്മാവ് പറഞ്ഞത് ദൈവത്തിൻ്റെ അംശമല്ല, അത് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള ആത്മാവ് ദൈവത്തിൻ്റെ സൃഷ്ടിയായിട്ടുള്ള മനുഷ്യ ശരീരത്തിൽ അത് രണ്ടും കൂടി ഒന്നിച്ച് ചേരുമ്പോഴാണ് മനുഷ്യൻ ജീവനോടെ ഇവിടെ അവശേഷിക്കുന്നത്. അതേവസരം മനുഷ്യൻ്റെ ദേഹവും ദേഹിയും ആത്മാവും ശരീരവും തമ്മിലുള്ള ബന്ധം വേർപെടുമ്പോഴാണ് അവിടെ മരണം എന്ന് പറയുന്നത് സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ ഇവിടെ മനുഷ്യനെ കൊല്ലുക എന്ന് പറയുന്ന ഒരു സംഗതി സംഭവിക്കുന്നുണ്ട്. അത് യുദ്ധത്തിലാലും അല്ലെങ്കിലും ഒക്കെ നടക്കുന്നുണ്ട്. യുദ്ധത്തിലാകുമ്പോൾ അതിന് ശത്രുവിനെ കൊല്ലുക എന്നുള്ള ഒരു ന്യായീകരണമുണ്ട്. അല്ലാത്ത രീതിയിലാണെങ്കിൽ അതിന് ന്യായീകരണമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഈ സംഗതി കൈകാര്യം ചെയ്തിട്ടുള്ളത് മനുഷ്യൻ അവൻ കൊല്ലുക, കൊല്ലിക്കുക, കൊല്ലപ്പെടുക എന്നതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യനും ഒരു മനുഷ്യനെയും അന്യായമായി കൊല്ലാൻ പാടില്ല. അതുപോലെ തന്നെ ആരെയും ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ ഖുർആൻ പറയുന്നത് കൊണ്ടാണ്. എന്നാൽ യുദ്ധത്തെ സംബന്ധിച്ച് പോലും ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് യുദ്ധം അനിവാര്യമായി വരുന്ന ഘട്ടങ്ങളിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അവിടെ തന്നെയും ശത്രു സന്ധിക്ക് തയ്യാറാവണമെങ്കിൽ സന്ധിക്ക് തയ്യാറായി മുമ്പോട്ട് വരണം. അവിടെ കൊല്ലുക, കൊല്ലപ്പെടുക എന്നുള്ള രണ്ടും സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടെ ശരീരത്തെയും ആത്മാവിനെയും വേർപ്പെടുത്തുക എന്നൊരു സംഗതി കൊല്ലുന്നതിലൂടെ നടക്കുന്നുണ്ട്. ആത്മാവിനെ ക്ഷതേൽപ്പിക്കാൻ ആർക്കും കഴിയില്ലാന്നുള്ളത് അത് മറ്റൊരു സംഗതിയാണ്. പക്ഷെ മനുഷ്യൻ എന്ന് പറയുന്ന ഈ ജന്തു അവനിവിടെ നിലനിൽക്കണമെങ്കിൽ ഇത് രണ്ടും ഒന്നിച്ചുണ്ടാവുമ്പോഴേ അത് സാധ്യമാവുള്ളൂ. അപ്പോൾ അത് രണ്ടും ഒന്നിച്ച് നിൽക്കണമെങ്കിൽ അവൻ്റെ ശരീരത്തെ ഹനിക്കുക എന്നുള്ളത് ഉണ്ടാകാൻ പാടില്ല. സ്വാഭാവിക മരണം എന്നുള്ളത് മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട ഒരു സംഗതി അല്ലാത്തത് കൊണ്ട് അത് മറ്റൊരു രീതിയിലാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതേവസരം ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ മരണത്തിന് കാരണമാവുന്നു എന്നതൊരു വസ്തുതയായിട്ടാണ് ഇസ്ലാം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അകാരണമായിട്ട് ആരെങ്കിലും കൊല്ലുക എന്നുള്ളത് ഇസ്ലാം വലിയ കുറ്റമായിട്ട് കാണുന്നു. ഒരു പക്ഷേ ഹിന്ദുധർമ്മത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഭഗവത്ഗീതയുടെ ഈ പ്രയോഗങ്ങളിൽ യഥാർത്ഥത്തിൽ അതിന് വിരുദ്ധമായിട്ടുള്ള അധ്യാപനമാണ് നമ്മൾക്ക് കാണാൻ കഴിയാവുന്നതാണ്. ഇതും ഇസ്ലാമിൻ്റെ അധ്യാപനവും തമ്മിൽ ഒരിക്കലും പൊരുത്തപ്പെടാത്തൊരു സംഗതിയാണ്. ഒന്ന്, പരമാത്മാവ് എന്ന് പറയുന്നത് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് പറയുന്നത്. ജീവാത്മാവ് എന്നത് മനുഷ്യൻ്റെ ജീവനെ പറ്റിയുമാണ് ഹിന്ദുമതത്തിൽ പറയുന്നത്. അവിടെ അള്ളാഹുവാണ് മനുഷ്യൻ്റെ ജീവന് അസ്തിത്വം നൽകുന്നത്, സൃഷ്ടിക്കുന്നത്. ആ ആത്മാവിനെ അള്ളാഹ് നശിപ്പിക്കണില്ല എന്നുള്ളത് മറ്റൊരു സംഗതി. പക്ഷേ ശരീരവും ദേഹവും ദേഹിയും തമ്മിൽ വേർപെടുമ്പോൾ അവിടെ മരണം എന്നൊരു സംഗതി സംഭവിക്കുന്നുണ്ട്. ഒരാൾ കൊല്ലാന്നുള്ളതും മറ്റേയാൾ കൊല്ലിക്കാന്നുള്ളതൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതുകൊണ്ട് അതിനെ ആ നിലക്ക് കൈകാര്യം ചെയ്യാനാണ് ഇസ്ലാം നിർദ്ദേശിച്ചിട്ടുള്ളത്. ഭഗവത്ഗീത നേരെ മറിച്ചാണ് എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു സംഗതി.